നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വ്യാപക നാശനഷ്ടങ്ങളും. ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറി. വാഗ കാക്കത്തുരുത്തി മേഖല കനത്ത മഴയെ തുടർന്ന് ഒറ്റപ്പെട്ടു. വേലൂർ തണ്ടിലത്ത് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവിനെ വൈവിധ്യമാർന്ന പരിപാടികളോടെ അനുസ്മരിച്ച് നാട്. മന്നലാംകുന്ന് AKG റോഡ് ദുരിതബാധിതരുടെ പ്രതിഷേധം അണപൊട്ടി. ശിവാലയ കരാറു കമ്പനിക്കാരെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ തടഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് ആരംഭിച്ചു. ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി തഹസീൽദാർ. പാലപ്പെട്ടിയിൽ പുതിരുത്തി മേഖലയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധവുമായി തഹസീൽദാർ അടങ്ങുന്ന റവന്യൂ സംഘത്തെ തടഞ്ഞു. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അറബിക്കടലിൽ ചക്രവാത ചുഴിയും. വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. നാളെ രാത്രി 11:30 വരെ കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. ശക്തമായ മഴയെ തുടർന്ന് ചാവക്കാട് തീരമേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങി. ചാവക്കാട്, തെക്കഞ്ചേരി, വഞ്ചിക്കടവ്, പുന്ന, തിരുവത്ര, എടക്കഴിയൂർ, തെക്കേ മദ്രസ ബീച്ച്, ഫിഷറീസ് കോളനി, കടപ്പുറം, കറുകമാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പല വീടുകളിലും ചുറ്റും വെള്ളക്കെട്ടായതോടെ ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയായി. വെള്ളക്കെട്ട് ശക്തമായതോടെ ശുചിമുറി പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പ്രായമേറിയവരും കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവരാണ് ദുരിതം പേറുന്നത്. വെള്ളക്കെട്ട് മൂലം പകർച്ചവ്യാധിയുടെ ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഗ്രാമീണ റോഡുകളും വെള്ളക്കെട്ടിനാൽ അകപ്പെട്ടു. ഏറെ ഭയത്തോടെയാണ് തങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന് ഇവർ പറയുന്നു. കോളനിയാണ്, അതിന്റെ പരിസരമാണ്. ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുകയാണ്. ഒരാഴ്ചയോളായി മഴ പെയ്ത് വെള്ളം നിൽക്കണം. ചെറിയ 2 കുട്ടികളുണ്ട്. സ്കൂളിൽ പോണ പ്രായമാണ്. ഒരു നിരക്കും വെള്ളം പോണില്ല. അടുക്കളയിൽ പോലും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ഇനിയും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ചാവക്കാട്, വഞ്ചിക്കടവ് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനായി സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് കൂടുതൽ മഴക്കാല ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. CCTV ന്യൂസ്, ചാവക്കാട്. മഴ ശക്തമായതിനെ തുടർന്ന് ചാവക്കാട് നഗരസഭ കൺട്രോൾ റൂമും ദുരിതാശ്വാസ ക്യാമ്പും സജ്ജീകരിച്ചതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. കനോലി കനാലിനോട് ചേർന്ന് കിടക്കുന്ന വഞ്ചിക്കടവ്, തെക്കഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യത. ഇവിടങ്ങളിലെ വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ പറഞ്ഞു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് തുറക്കുന്നതിനായുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയതായും മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും നഗരസഭാ അധ്യക്ഷ അറിയിച്ചു. നമ്മൾ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സന്ദർശിച്ച് ജനങ്ങളോട് കൃത്യമായും അവിടെ നിന്നും പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അടിയന്തരമായും മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ സംവിധാനം മണത്തല GHSSൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ കൺട്രോൾ റൂം ഇന്ന് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വളരെ അടിയന്തരമായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും. മന്നലാകുന്ന് AKG റോഡ് ദുരിതബാധിതരുടെ പ്രതിഷേധം അണപൊട്ടി. ശിവാലയ കരാറു കമ്പനിക്കാരെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ തടഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് ആരംഭിച്ചു. ശാശ്വത പരിഹാരം കാണും എന്ന് ഉറപ്പു നൽകി തഹസീൽദാർ. മഴ പെയ്താൽ ദേശീയപാതയിലെ വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള സംവിധാനമൊരുക്കാത്തതിനാൽ മന്നലാംകുന്ന് AKG റോഡ് പരിസരത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്.
30ഓളം വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധികളെത്തി തൽക്കാലം റോഡിലെ വെള്ളം പമ്പ് സെറ്റ് ഉപയോഗിച്ച് കനോലി കനാലിലേക്ക് അടിച്ചുപറ്റിക്കാമെന്ന് ചൊവ്വാഴ്ച ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ബുധനാഴ്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾ പമ്പ് സെറ്റും ഓസും കൊണ്ടുവന്ന് രാത്രി പമ്പിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. തുടർന്ന് സ്ഥലത്തെത്തിയ NK അക്ബർ MLA നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വ്യാഴാഴ്ച പമ്പിംഗ് തുടങ്ങിയെങ്കിലും ഓസ് പലയിടത്തും പൊട്ടിയതിനെ തുടർന്ന് നിർത്തി. ഇതോടെ നാട്ടുകാർ നിർമ്മാണ കമ്പനിയുടെ മണ്ണുമാന്തി യന്ത്രവും മിനി ലോറിയും തടഞ്ഞിട്ടു. തൊഴിലാളികളെയും തടഞ്ഞുവെച്ചു. മന്നലാങ്കുന്ന് പാലം റോഡിന് വശത്തിലൂടെ കാനകേറി വെള്ളമൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലപ്രദമല്ലെന്ന് കണ്ടപ്പോൾ നിർത്തി. ഉദ്യോഗസ്ഥർ ഇടപെടാത്തതിനാൽ റോഡ് ഉപരോധിക്കാൻ ഒരുങ്ങുകയായിരുന്നു നാട്ടുകാർ. എന്നാൽ വടക്കേക്കാട് പോലീസ് എത്തി കരാർ കമ്പനി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിനിടെ സ്ഥലത്തെത്തിയ ചാവക്കാട് തഹസിൽദാർ TP കിഷോർ വെള്ളക്കെട്ട് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ കരാർ കമ്പനിക്കാരോട് കർശന നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. 3 വലിയ പമ്പ് സെറ്റ് വെച്ച് വെള്ളം ഒഴുക്കിക്കളയുവാനും കുറയാത്ത പക്ഷം കൂടുതൽ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റുന്നതുവരെ പ്രവർത്തിപ്പിക്കുവാനും നിർദ്ദേശം നൽകി. ഇതെല്ലാം താൽക്കാലിക പരിഹാരമാണെന്നും ശാശ്വത പരിഹാരം കാണുന്നതിന് വെള്ളം പൂർണ്ണമായും വറ്റിയതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൂട്ടി സംയുക്ത പരിശോധന നടത്തി കാന വൃത്തിയാക്കൽ, AKG റോഡ് പൊളിച്ച് കാനകേറൽ ഉൾപ്പെടെ മറ്റു മാർഗങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും അധികൃതർ നാട്ടുകാർക്ക് രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ 3 മോട്ടോർ വെച്ചിട്ട് ഇപ്പോൾ നിലവിൽ അതിന് നാളേക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് മാറിയില്ലെങ്കിൽ അഡീഷണൽ മോട്ടോർ വെച്ചിട്ട് വയ്ക്കാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കാനകൾ വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് തടസ്സം വല്ലതുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. അതിൻ്റെ പുറമെ ഈ AKG റോഡ് പൊളിച്ച് വെള്ളം പമ്പിക്ക് വിടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി വേറെ ഇത് ചെയ്യണം. അത് പഞ്ചായത്തിൻ്റെ അതേപോലെ ഇറിഗേഷൻ PWD NH ഇതിനും കൂടിയിട്ട് അത് ടെക്നിക്കൽ വിഭാഗം പരിശോധിക്കേണ്ടതാണ്. അത് 500 മീറ്ററോളം ദൂരത്തേക്ക് വേണം വെള്ളം പമ്പ് ചെയ്ത് വിടാൻ. തൊട്ടടുത്തൊക്കെ വെള്ളം എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞിരിക്കുക, എവിടേക്കും വിടാനുള്ള മാർഗ്ഗമില്ല. CCTV ന്യൂസ് പുന്നയൂർകുളം. കനത്ത കാറ്റിലും മഴയത്തും പുലിയന്നൂരിൽ മരങ്ങൾ വീണ് വീടിന്റെ പാചകപ്പുര പൂർണ്ണമായി തകർന്നു. ചിരിയങ്കണ്ടത്ത് ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്ന പാചകപ്പുരയാണ് തകർന്നത്. പുരയോട് ചേർന്ന് നിന്നിരുന്ന വാട്ടർ ടാങ്കും പൂർണ്ണമായി തകർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, വെള്ളാറ്റഞ്ഞൂർ വില്ലേജ് ഓഫീസർ മനോജ് എന്നിവർ വീട് സന്ദർശിച്ചു. ഫ്രാൻസിസിന്റെ സഹോദരൻ ആന്റണിയുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ കേച്ചേരി മഴുവഞ്ചേരിയിൽ വീട് ഭാഗികമായി തകർന്നു വീണു. ശക്തമായ കാറ്റിലും മഴയിലും മഴുവഞ്ചേരിയിൽ വീട് ഭാഗികമായി തകർന്നു. മഴുവഞ്ചേരി EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ രജനിയുടെ വീടിന്റെ പിറകുവശമാണ് കഴിഞ്ഞ ദിവസം രാത്രി 9:30 ഭാഗികമായി തകർന്നു വീണത്. ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന രജനിയും പെൺമക്കളും പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 25ലേറെ വർഷം പഴക്കമുള്ള വീടിന്റെ മണ്ണിഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ച ചുവരാണ് ഇടിഞ്ഞു വീണത്. ചുവരിടിഞ്ഞു വീണതിനെ തുടർന്ന് താമസയോഗ്യമല്ലാതായ വീട്ടിൽ നിന്നും രജനിയെയും പെൺകുട്ടികളെയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം PS സന്ദീപ്, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഭൂമിയുടെ പട്ടയവും അനുബന്ധ രേഖകളും വാർഡ് മെമ്പറായ ധനേഷ് ചുള്ളിക്കാട്ടിൽ വാങ്ങിച്ചു കൊണ്ടുപോയി 2 വർഷമായെന്നും നിരവധി തവണ പട്ടയം തിരിച്ചു ചോദിച്ചിട്ടും നൽകാത്തതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരു ധനസഹായവും ലഭിക്കുന്നില്ലെന്നും രജനി പറഞ്ഞു. തന്റെ പട്ടയം തിരികെ വാങ്ങിത്തരാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് രജനി ആവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് ഈ വീട് പണിയാനായിട്ട് ഞാൻ കുറേ പ്രാവശ്യം വാർഡ് മെമ്പർമാരുടെ എല്ലായിടത്തും പറഞ്ഞു. ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ധനേഷ് മണി കണ്ടതാണ്. ആ ഒരു കുറിയുടെ കാര്യത്തിൽ എൻ്റെ ആധാരം വാങ്ങി വെച്ചു. പിന്നെ പൈസയും കൊടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും ഇന്നവരത് തിരിച്ചു തന്നിട്ടില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തു, അതൊക്കെ തള്ളി പോയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ മുഴുവനും എൻ്റെ കയ്യിലുണ്ട്. ഇന്നവരവർ തരുന്നില്ല. എനിക്ക് 3 പെൺകുട്ടികളാണ്. ജീവിതം തീരെ മാർഗ്ഗമില്ല. ചെറിയൊരു കടയിലൊക്കെ പോയിട്ടാണ് ഞാൻ ജീവിക്കണത്. അവ ഇന്നവർ ചോദിക്കുമ്പോഴും ഒരു കാര്യങ്ങൾ തരുന്നില്ല എനിക്ക്. എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി വെച്ചതാണ് ഈ കടലാസ്. എൻ്റെ കേസ് നടത്തിയിരുന്നു. ഞാൻ ഷാജി വക്കീലായിരുന്നു. നമ്മുടെ അയിന്തോളി പേര് കേട്ട വക്കീലാണ്.
ആ വക്കീലിൽ എൻ്റെ എല്ലാ കടലാസുകളും ഉണ്ട്. അത് ഇപ്പോഴും പറയുന്നത് ഈ വീട് ഞാൻ വാങ്ങിയതാണ്. എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് തന്നിട്ട് കേസ് നടത്തി തന്ന പൈസ ജീവിക്കാൻ എനിക്ക് തീരെ മാർഗമില്ല. എന്തെങ്കിലും ഒരു സഹായം തന്ന് അവൻ്റെ ആധാരം കൂടി വാങ്ങി തരാനുള്ളത് ഇവിടെ നിന്ന് ചെയ്തു തരണം. ഏതു സമയവും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് വിധവയായ രജനിയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. CCTV ന്യൂസ് കേച്ചേരി. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയെ തുടർന്ന് ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറി. ക്ഷേത്രത്തിനകത്ത് 2 അടിയിലേറെ ഉയരത്തിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള താഴേക്കാവിലും വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതാണ് ക്ഷേത്രത്തിലേക്കും താഴേക്കാവിലേക്കും വെള്ളം കയറുന്നതിന് ഇടയാക്കിയത്. പാടശേഖരത്തിന് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ എല്ലാ വർഷകാലങ്ങളിലും വെള്ളം കയറുന്നത് പതിവാണ്. മഴ തുടർന്നാൽ ക്ഷേത്രത്തിലെയും താഴേക്കാവിലെയും പൂജാകർമ്മങ്ങൾ മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങുകൾ നടക്കേണ്ട ഘട്ടത്തിലാണ് വെള്ളം കയറി നിത്യപൂജ അടക്കം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. ദേശീയപാതയിലെ കാനയിൽ നിന്നും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം പ്രതിസന്ധിയിലായി പ്രദേശവാസികൾ. ചാവക്കാട്, തിരുവത്ര, അത്താണിയിലാണ് 10ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായത്. മഴ കനത്തതോടെ ദേശീയപാതയ്ക്കായി നിർമ്മിച്ച കാനയിൽ നിന്ന് വെള്ളം ഇവരുടെ വഴിയിലേക്ക് കുത്തിയൊഴുകുകയാണ്. വീടുകളിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതായി. ശക്തമായ ഒഴുക്കുമൂലം സമീപത്തെ മതിൽ ഇടിഞ്ഞു. മറ്റു മതിലുകളും ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ബൈക്ക് പോലും ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. മേഖലയിലെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുവാനുള്ള ഏക മാർഗമാണ് ഈ വഴി. കാനയിൽ നിന്ന് വെള്ളം ശക്തമായി ഒഴുകി ഇവരുടെ വീടിന്റെ തറ വരെ പോകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. വെള്ളം ഒഴുകി വീടുകളിലെ മണ്ണും ഒലിച്ചു പോവുകയാണ്. നിലവിൽ ഈ മേഖലയിൽ ഇവിടെ മാത്രമാണ് ഇത്തരത്തിൽ വെള്ളത്തിന്റെ ഒഴുക്ക്. സംഭവമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ പ്രിയ മനോഹരൻ, മുൻ വാർഡ് കൌൺസിലർ KH സലാം തുടങ്ങിയവർ സ്ഥലത്തെത്തി. ചെയർപേഴ്സൺ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചു. വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. വർക്ക് കംപ്ലീറ്റ് ആകാത്തതിൻ്റെ പേരിൽ ഇവിടെ ഒരു 10-15 വീടുകളോളം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളം മുഴുക്കം അങ്ങോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖം വന്ന് കൊണ്ടുപോകാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മതിലിടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടായി. സ്കൂൾ അടച്ചതിൻ്റെ പേരിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവായി. അതുകൊണ്ട് ഇനി അടുത്തത് വീടിൻ്റെ തറക്കല്ലിൽ വരെ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, വെള്ളം ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏറ്റവും പെട്ടെന്നൊരു പരിഹാരമാർഗം കാണുക. CCTV ന്യൂസ് ചാവക്കാട്. ദുരിതമൊഴിയാതെ കാക്കത്തിരുത്തി നിവാസികൾ. എളവള്ളി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ ഉൾപ്പെടുന്ന വാഗ കാക്കത്തിരുത്തി കനത്ത മഴയെ തുടർന്ന് ഒറ്റപ്പെട്ടു. പ്രദേശത്തുള്ള കുടുംബങ്ങളിലുള്ളവർ പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം ഉയർത്തി പുതിയ പാലം നിർമ്മിച്ചിരുന്നു. എന്നാൽ പുതിയ പാലം പണിതിട്ടും കാക്കത്തിരുത്തി റോഡ് വെള്ളം കയറി കവിഞ്ഞൊഴുകുന്ന നിലയിലാണ്. ഇതോടെ പ്രദേശവാസികൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ്. ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് വളരെ ബുദ്ധിമുട്ടിയാണ് കാക്കത്തിരുത്തിയിലുള്ളവർ പുറത്തുവരുന്നത്. മുൻ വർഷങ്ങളിലും മഴ ശക്തമായാൽ വെള്ളം കയറി ഇവിടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് പതിവായിരുന്നു. ഇതിന് പരിഹാരമായാണ് പാലം നിർമ്മിച്ചതെങ്കിലും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. 25ഓളം കുടുംബങ്ങൾ കഴിയുന്ന പ്രദേശത്തുള്ളവർക്ക് ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. വേലൂർ തണ്ടിലത്ത് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. തിരുത്തിയിൽ കലയംകുളം ഷിഹാബിന്റെ വീടിന്റെ മുകളിലേക്കാണ് ശക്തമായ മഴയിൽ സമീപത്തെ പറമ്പിലുള്ള തേക്ക് പൊട്ടി വീണത്. വീട്ടിലെ അടുക്കള പൂർണ്ണമായും തകർന്നു. നമ്മുടെ വീടിൻ്റെ ഇന്നലെ ഒരു 11:30 ശേഷമാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു തേക്ക് വീണത്. വീഴാന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നശിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് അവരോട് നമ്മൾ ഉടമസ്ഥരോട് പറഞ്ഞിട്ട് അതവർ യാതൊരു റെസ്പോൺസും കാണിക്കുന്നില്ല. ഒരു 3-4 പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു എന്തെന്ന് അത് മുറിച്ച് കളയേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. അവർ നിങ്ങൾ വേണമെങ്കിൽ മുറിച്ചോളാൻ അവർ നമ്മളോട് പറയണത്. നമുക്കത് സാധിക്കില്ല. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് നമ്മളിപ്പോൾ മുറിക്കേണ്ട യാതൊരു ആവശ്യം ഇതിലില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തേക്കും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു തെങ്ങും അതിനകത്തുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഏത് ഭാഗത്തേക്ക് വീഴാന്ന് വരെ മരം മുറിക്കുന്ന ആൾക്കാർക്ക് വരെ അതറിയില്ല എന്താ സംഭവം എന്നുള്ളത്.
ശക്തമായ കാറ്റിൽ കിഴൂരിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് തെങ്ങ് വീണു. കിഴൂർ ചൊവ്വലത്ത് ചന്ദ്രന്റെ വീടിന് മുന്നിലെ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വ്യാഴാഴ്ച രാവിലെ 11ഓടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് ശക്തമായ കാറ്റിൽ കട പൊട്ടിയതിനെ തുടർന്ന് എതിരെയുള്ള ചന്ദ്രന്റെ വീടിന് മുന്നിലെ വൈദ്യുതി ലൈനിന് മുകളിൽ വീഴുകയായിരുന്നു. KSEBയുടെ സമയോചിതമായ ഇടപെടൽ കാരണം അപകടം ഒഴിവായി. നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. മണിക്കൂറുകളോളം മേഖലയിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കിണർ ഇടിഞ്ഞു താണു. ഒരാൾക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 12:30 വെള്ളയിടത്ത് കൃഷ്ണൻകുട്ടിയുടെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നത്. ചുറ്റുമതിൽ കിണറ്റിലേക്ക് വീണു. അയൽവാസിയായ തലക്കോടൻ ജെയ്സന്റെ മകൻ ബ്രിട്ടാസ് ശബ്ദം കേട്ട് ഗൃഹനാഥനായ കൃഷ്ണൻകുട്ടിയെ അന്വേഷിക്കുന്ന നേരത്താണ് ഇദ്ദേഹവും ചുറ്റുമതിലും ചേർന്ന് കിണറ്റിലേക്ക് വീണത്. ജെയ്സനെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടി പുതിരുത്തി മേഖലയിൽ വെള്ളക്കെട്ട് മൂലം കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധവുമായി തഹസീൽദാർ അടങ്ങുന്ന റവന്യൂ സംഘത്തെ തടഞ്ഞു. മേഖലയിൽ 50ഓളം കുടുംബങ്ങൾ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ്. എല്ലാ വർഷവും ഇതേ അവസ്ഥയെ നേരിടുന്ന കുടുംബങ്ങൾ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച പ്രദേശം സന്ദർശിക്കാനെത്തിയ റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. അധികാരികളെ അറിയിച്ചിട്ടും വാർഡ് മെമ്പർ ഇവിടെ വന്നിട്ട് വാർഡ് മെമ്പർ അടക്കമുള്ളവർ അധികാരികളെ അറിയിച്ചിട്ട് ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടോ. ഇവർക്ക് മാറി താമസിക്കാനാണ്. ഈ മാറി താമസിക്കുമ്പോൾ ആടും കോഴിയൊക്കെ ഉള്ളവന് എന്താ ചെയ്യുക? ഈ ആടിനെയും കോഴിനൊക്കെ അവിടെ കൊണ്ട് ഇതാക്കാൻ പറയുമോ? ഓക്സിജൻ വെച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ സുഖമില്ലാത്ത ആൾക്കാരുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ അധികാരികൾ തിരിഞ്ഞു നോക്കാതെ. കഴിഞ്ഞ ദിവസം താൽക്കാലികമായി ചാലുകീറി വെള്ളം ഒഴുക്കിവിടാൻ ദുരിതത്തിലായ കുടുംബങ്ങളിലെ ആളുകൾ ശ്രമിച്ചെങ്കിലും ചിലരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നു. തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി സ്ഥലത്തെത്തിയ റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായി വീട്ടുകാർ എത്തുകയായിരുന്നു. തഹസീൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരെ കൂടാതെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ, AE ബിന്ദുറാണി, സെക്രട്ടറി അമ്പിളി, മെമ്പർമാരായ ഉണ്ണി, സക്കറിയ, ഷംല എന്നിവരും സ്ഥലം സന്ദർശിക്കാനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. രാവിലെ എത്തിയ സംഘം ഉച്ചതിരിഞ്ഞ് വീണ്ടും എത്തിയെങ്കിലും പരിഹാരം കാണാനാകാതെ മടങ്ങി. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് പ്രശ്നപരിഹാരത്തിന് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാനാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് കളക്ടർക്ക് കത്ത് നൽകാൻ ആവശ്യപ്പെട്ടു. സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തഹസീൽദാർ മുഖേന കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കളക്ടർ എടുക്കുന്ന തീരുമാനത്തിന് അനുസരിച്ച് താൽക്കാലികമായി വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ്, പുന്നീർകുളം. കനത്ത മഴയെ തുടർന്ന് ചൂണ്ടൽകുന്നിൽ മരങ്ങൾ കടപുഴകി വീണു. ചൂണ്ടൽകുന്നിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലുള്ള തേക്ക്, മാവ്, പൊടിയൈനി എന്നിവയാണ് കടപുഴകി നിലം പതിച്ചത്. മാറോക്കി ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ മാവും പൊടിയൈനിയുമാണ് കടപുഴകി വീണത്. തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന തേക്ക് മരവും ശക്തമായ കാറ്റിൽ കടപുഴകി നിലം പതിച്ചു. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് മരങ്ങളുടെ വേരുകൾ ആഴത്തിലിറങ്ങാത്തതാണ് മരങ്ങൾ വീഴുന്നതിന് കാരണമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ വ്യാപകമായി മരങ്ങൾ നിലംപൊത്തുകയും കൃഷിനാശവും സംഭവിച്ചിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാന പാതയിലേക്ക് മരം വീണു. റോഡിൽ വാഹനങ്ങളിൽ ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവായി. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം കോലിക്കരയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് 4:30 റോഡരികിൽ നിന്നിരുന്ന പാഴ്മരം റോഡിലേക്ക് മറിഞ്ഞത്. റോഡരികിൽ നിന്നിരുന്ന അക്കേഷ്യ മരമാണ് ശക്തമായ കാറ്റിൽ കടപുഴകിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അപകട സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. നാട്ടുകാർ ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗത തടസ്സം പുനഃസ്ഥാപിച്ചു. മരം വീണതിനെ തുടർന്ന് ഏറെ നേരം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ചാവക്കാട് അങ്ങാടിത്താഴത്ത് ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് റോഡ് തകർന്നു. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡരികിൽ നിന്നിരുന്ന ചീനിമരം ശക്തമായ മഴയിലും കാറ്റിലും കടപുഴകി വീണാണ് റോഡ് തകർന്നത്. റോഡിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് മരം വീണതിനാൽ ആളപായമില്ല. ചാവക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി നൌഷാദ് അഹമ്മുവിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിമാരായ അനീഷ് പാലയൂർ, ഷിഹാബ് കാരക്കാട്, ഷമീർ മോസ്കോ എന്നിവർ ചേർന്ന് ചീനിമരം മുറിച്ചുമാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കി.
കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് കൊങ്ങണൂർ പാതയിൽ KSEB ഓഫീസിന് മുൻവശത്തെ റോഡിൽ കുഴികൾ നിറഞ്ഞു. KSEBയുടെ കേബിൾ സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് റോഡ് പൊളിച്ചിരുന്നു. റോഡ് പുനർനിർമ്മാണത്തിനുള്ള തുക പഞ്ചായത്തിന് നൽകിയ ശേഷമാണ് റോഡ് പൊളിച്ച് കേബിൾ സ്ഥാപിച്ചത്. എന്നാൽ റീടാറിംഗ് നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടി ഇതുവരെയും ഉണ്ടായില്ല. മഴ ശക്തമായതോടെ കുഴികൾ വലുതാവുകയും വെള്ളവും ചെളിയും നിറഞ്ഞ് റോഡിലൂടെ കാൽനടയാത്ര പോലും ദുരിതത്തിലുമായിരിക്കുകയാണ്. KSEB ഓഫീസിലെത്തുന്നവരാരും ഇതുവഴിയുള്ള വാഹനയാത്രക്കാരുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. താൽക്കാലികമായി എങ്കിലും കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. പ്രിയ നേതാവ് കൂടെയില്ലെന്ന ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണിന്നും ഉമ്മൻചാണ്ടി. വിട്ടുപോയൊരു കരുതലിന്റെ കൈത്തലമാണ് അദ്ദേഹം. ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണിച്ചേർന്ന രാവും പകലുമായി നൽകിയ വിടപറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല. പകരമൊരാളില്ലെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കിവെക്കുന്ന വിടവ്. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവ്. ജനസമ്പർക്കം കൊണ്ടുതന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം. രോഗബാധിതനായി വിശ്രമം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലും തന്നിലെ രാഷ്ട്രീയ പ്രവർത്തകനോട് അങ്ങേയറ്റം നീതി പുലർത്തി അദ്ദേഹം ജനങ്ങൾക്കുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഉമ്മൻചാണ്ടി വിട പറഞ്ഞപ്പോൾ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഒരു യുഗമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവസാനിച്ചത്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വഹിച്ച് ഒരു തലമുറയെ ആവേശത്തോടെ നയിച്ചു. തുടർച്ചയായി അരനൂറ്റാണ്ടിലേറെ കാലം നിയമസഭാ സാമാജികനായി പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചു. ഇന്നും പുതുപ്പള്ളിയുടെ ജീവനാടി ഉമ്മൻചാണ്ടി തന്നെയാണ് എന്ന് പ്രിയപ്പെട്ടവർ പറയും. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണം ഈ വാർത്തയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. കർക്കിടകം 1 മുതൽ 32 വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തിയത്. കർക്കിടകം 1-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് മഠത്തിൽ കോമളവല്ലി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു. വ്യാഴാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം നടപ്പുരയിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. കൊമ്പൻ കിരൺ നാരായണൻകുട്ടിക്ക് ആദ്യ ഉരുള നൽകി. തുടർന്ന് കൊളക്കാടൻ ഗണപതി, നന്ദിലത്ത് ഗോപികണ്ണൻ, മീനാട് കേശു, നാണുഎഴുത്തച്ഛൻ, ശങ്കരനാരായണൻ എന്നീ ആനകൾക്കും ഊട്ട് നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഔഷധക്കൂട്ട് ചേർത്ത ചോറുരുള, അവിൽ, പഴം, ശർക്കര, പൈനാപ്പിൾ, കരിമ്പ്, തണ്ണിമത്തൻ, വെള്ളരിക്ക എന്നിവയും ആനകൾക്ക് നൽകി. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി KU, സെക്രട്ടറി KM പ്രമോദ്, ട്രഷറർ രാജേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ നിഷാദ് PS, അനന്തു, പുരുഷു, സുധീഷ്, രാജൻ NV, ക്ഷേത്ര മേൽശാന്തി സുമേഷ് ശർമ്മ എന്നിവർ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 22 മുതൽ 29 വരെ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഉണ്ടായിരിക്കും. തുടർന്ന് ഓഗസ്റ്റ് 16-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അന്നദാനവും ഉണ്ടായിരിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ഔഷധ കഞ്ഞി മരുന്ന് വിതരണം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K. തമ്പി സ്വാഗതവും ഡോക്ടർ ഗ്രേസ് നന്ദിയും പറഞ്ഞു. ജ്ഞാനോൽപാദനം വർദ്ധിപ്പിക്കാൻ ഓരോ കലാലയത്തിനും കഴിയണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിത ദിനാഘോഷത്തിൽ പൂർവാധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രവീന്ദ്രനാഥ്. ഇന്ന് ലോകം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ആണ്, സംക്രമണ ഘട്ടത്തിലാണ്. ലോകം വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ നോളജ് ഇക്കോണമി എന്ന് പറയും.
മലയാളത്തിൽ ജ്ഞാന സമ്പദ് വ്യവസ്ഥ വരാൻ പോകുന്ന കാലം അതാണ്. അതുകൊണ്ട് ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ആ സമ്പദ് വ്യവസ്ഥയ്ക്കനുസരിച്ച്, ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള തലമുറകളെ വാർത്തെടുക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാർത്ഥകമായ 60 വർഷങ്ങൾ എന്നും 120 വർഷം കഴിയുമ്പോഴും സാർത്ഥകമായ 120 വർഷങ്ങൾ എന്ന് പറയാൻ കഴിയുക. ജ്ഞാനോൽപാദനത്തെ വളർത്തുന്ന രീതിയിൽ ഓരോ കലാലയങ്ങളും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറേണ്ടതുണ്ടെന്നും അറിവുൽപാദനം മാനവികതയുടെ പുരോഗതിക്കുള്ളതാകണമെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ K നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്, അഡ്വക്കേറ്റ് വിക്രമകുമാർ, ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, ഡോക്ടർ PP സന്തോഷ്, TK ശ്രീജിത്ത്, യൂണിയൻ ചെയർമാൻ ഇജാസ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ VN ശ്രീജ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഡോക്ടർ EK സുധ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണം നടന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാസാംസ്കാരിക പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ ശ്രീകൃഷ്ണ കലാലയത്തിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു. മികച്ച അക്കാദമിക സെമിനാറുകളും കലാകായിക സാംസ്കാരിക പരിപാടികളും ശാസ്ത്രമേളകളും ഉൾപ്പെടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണ കോളേജിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. ദേശീയപാത അകലാട് മൊയ്തീൻ പള്ളിക്കടുത്ത് കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ സ്വദേശി നാലകത്ത് വീട്ടിൽ മിഥുൽ രാജിനാണ് പരിക്കേറ്റത്. ഇയാളെ അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:45ഓടെയാണ് അപകടം. പൊന്നാനിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ. അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻഭാഗത്തിനും സമീപത്തെ വൈദ്യുതി പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. വാഗ മാലതി UP സ്കൂളിൽ സൗജന്യ കരാത്തെ പരിശീലനത്തിന് തുടക്കമായി. മാനേജ്മെന്റിന്റെയും PTA-യുടെയും നേതൃത്വത്തിലാണ് സൗജന്യ കരാത്തെ പരിശീലനം സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ഷിഹാൻ ഇബ്രാഹിം ചാലിയത്ത് കരാത്തെ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അച്ചടക്കത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പാഠങ്ങൾ കൂടിയാണ് കരാത്തെ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്വായത്തമാകുന്നതെന്ന് ഇബ്രാഹിം ചാലിയത്ത് അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള സ്മിത ടീച്ചർ, അധ്യാപകരായ സ്മിത, വിജി, മിനി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവുമായ സെൻസായി നിഷാദ് വാഗ പരിശീലനത്തിന് നേതൃത്വം നൽകും. സെൻസായി സജീബ്, സെൻസായി സുദേവ്, PTA MPT അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മൂസാപ്പള്ളി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. മഴക്കാലമായാൽ വെള്ളവും ചെളിയും ദുർഗന്ധവും മൂലം വലിയ പ്രയാസമാണ് പ്രദേശവാസികൾ നേരിട്ടിരുന്നത്. വാർഡ് മെമ്പർ റാഹില വഹാബിന്റെ നേതൃത്വത്തിൽ NK അക്ബർ MLAക്ക് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് MLA കാനയ്ക്കും റോഡിനുമായി 50 ലക്ഷം രൂപ അനുവദിച്ചു. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം MLA തന്നെ നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷയായി. സ്ഥലം വിട്ടു നൽകിയവർക്ക് വാർഡ് മെമ്പർ റാഹില വഹാബ് നന്ദി പറഞ്ഞു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, പഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന ചന്ദ്രൻ, മുഹമ്മദ് മാസ്റ്റർ, സെമീറ ഷെരീഫ്, ബോഷി ചാണാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സനിൽകുമാർ MV റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ റാഹില വഹാബ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിധി NP നന്ദിയും പറഞ്ഞു. കുന്നംകുളം താലൂക്കിലെ ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. ജനകീയ വായനശാലകളെ ജനകീയ ബാങ്കിംഗ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്ന വിശാല ലക്ഷ്യത്തോടെയാണ് തൃശൂർ ജില്ലയിലെ 9 താലൂക്കുകളിലെ 503 ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി കുന്നംകുളം താലൂക്കിലെ ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന ചടങ്ങ് കുന്നംകുളം അർബൻ ബാങ്ക് ഹെഡ് ഓഫീസിൽ AC മൊയ്തീൻ MLA നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിധി എന്ന പേരിലൊക്കെയുള്ള പുതിയ സാധനം ഒരു നിയമം മാതൃകയല്ല. എവിടെ നിന്ന് നിക്ഷേപം സ്വീകരിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട പലിശ കൊടുക്കാം, പൊളിഞ്ഞവൻ സഹിച്ചോളണം. ലക്ഷ്യം ഒന്നാണ്. കേരളം പോലുള്ള മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപം ഇവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ആ നിക്ഷേപം അവർക്ക് ലഭ്യമാകണമെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ വിശ്വാസ്യത തകരണം. ഏത് മേഖലയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ?
ആ പ്രശ്നം സഹകരണ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അപൂർവം ചില സ്ഥലത്ത് അതിനെ പെരുപ്പിച്ച് കാണിക്കുക. അക്കൗണ്ട് തുടങ്ങിയ വായനശാലകളുടെ പാസ്ബുക്ക് AC മൊയ്തീൻ MLA വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ റീജിയൺ ജനറൽ മാനേജർ ഡോക്ടർ N. അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം രാജൻ എലവത്തൂർ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, പ്രസിഡന്റ് NB ബിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് തൃശൂർ റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ KR സുമാ ഹർഷൻ സ്വാഗതവും തൃശൂർ CPC ഡെപ്യൂട്ടി ജനറൽ മാനേജർ P. ശ്രീലത നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. CCTV ന്യൂസ് ഇമ്പാക്ട്. പാഴ്പുല്ലും ചെടികളും നിറഞ്ഞ് കാടുപിടിച്ച് കിടന്നിരുന്ന കലുങ്ക് ഒടുവിൽ വൃത്തിയാക്കി. പഴഞ്ഞി ജെറുസലേം അടയ്ക്ക മാർക്കറ്റ് റോഡിലെ കലുങ്കാണ് പാഴ്പുല്ലുകൾ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നത്. ഇതേക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. അടയ്ക്ക മാർക്കറ്റ് ഭാഗത്തു നിന്നും ഒറ്റത്തെങ്ങ് ഭാഗത്തു നിന്നും ഒഴുകി വന്നിരുന്ന മഴവെള്ളം കാനയിലൂടെ ഒഴുകി കലുങ്കിനോട് ചേർന്നുള്ള തോട്ടിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നത്. എന്നാൽ വർഷങ്ങളായി ഈ ഭാഗത്ത് നവീകരണം നടക്കാത്തതിനാൽ കാനയും കലുങ്കും അടഞ്ഞ നിലയിലായിരുന്നു. ഇതോടെ മഴവെള്ളം റോഡിലൂടെ പല ഭാഗത്തേക്കും ഒഴുകിയിരുന്നു. റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കലുങ്കിന് സമീപത്തെ പുല്ല് വെട്ടിമാറ്റി. വർഷങ്ങളായി ഒലിച്ചുവന്ന മണ്ണ് മൂലം തോട് നികന്ന നിലയിലായിരുന്നു. ദിവസങ്ങളോളം പണിയെടുത്താണ് തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിനെതിരായ സമരത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച സംഭവത്തിൽ മുൻ കൗൺസിലർമാരെ കോടതി വെറുതെ വിട്ടു. 2017 ആഗസ്റ്റ് 14 കേസിനാസ്പദമായ സംഭവം. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയായിരുന്ന US സതീശനെ കൗൺസിലർമാരായ കോൺഗ്രസിലെ ആൻഡോ തോമസ്, ജലീൽ പണിക്ക വീട്ടിൽ, AP ബാബു, TK വിനോദ് കുമാർ, ബഷീർ പൂക്കോട്, സുഷ ബാബു, ശൈലജ ദേവൻ, മുസ്ലിം ലീഗിലെ റഷീദ് കുന്നിക്കൽ, BJPയിലെ ശോഭ ഹരിനാരായണൻ എന്നിവർ ചേർന്ന് ഉപരോധിക്കുകയായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് ടെമ്പിൾ പോലീസ് സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ തൈക്കാട് ആരംഭിച്ച മദ്യവിൽപ്പനശാലയ്ക്കെതിരെ നിരവധി സമരങ്ങൾ നടന്നിരുന്നുവെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരീക്ഷിച്ചാണ് ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശാരിക സത്യൻ അന്ന് കൗൺസിലർമാരായിരുന്ന സമരക്കാരെ വെറുതെ വിട്ടത്. 2017 ഗുരുവായൂർ നഗരസഭയുടെ പരിധിയിലുള്ള തൈക്കാട് പ്രദേശത്ത് ഇടതുപക്ഷ സർക്കാർ ആ പ്രദേശത്തെ ആളുകളെയൊക്കെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരു ബീവറേജ് സ്ഥാപിച്ചു. അതിനെതിരെ ഗുരുവായൂർ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ 7 വർഷത്തെ നിയമ പോരാട്ടം നടത്തുകയും ഇന്ന് ആ പോരാട്ടത്തിൽ വിജയം നേടിയിരിക്കുക. ഞങ്ങളെല്ലാവരെയും ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുക. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് KD വിനോജ്, അഡ്വക്കേറ്റ് VG വൈശാഖ്, അഡ്വക്കേറ്റ് വിനായക് കുറുവത്ത് എന്നിവർ ഹാജരായി. CCTV ന്യൂസ് ഗുരുവായൂർ. NCP സംസ്ഥാന നേതാക്കളായിരുന്ന M. സരോജിനി അമ്മയുടെയും EC ഗോപിനാഥിന്റെയും ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MM അബ്ദുൾ ജലീൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K. മാരാത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EA ദിനമണി, M. പത്മിനി ടീച്ചർ, NYC സംസ്ഥാന സെക്രട്ടറി സുശീൽ കുമാർ, ജില്ലാ പ്രസിഡന്റ് സഞ്ജു കാട്ടുങ്ങൽ, PV ലീല, പ്രസന്നകുമാർ, M. ഗിരീശൻ, ഉണ്ണികൃഷ്ണൻ പൂലേരി, ജയൻ തെക്കേപ്പുറം, സേവിയർ, CA ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പൊതുജനം. ജില്ലയിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസുകളിലൊന്നാണ് കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ്. എന്നാൽ വൈദ്യുതിയില്ലെങ്കിൽ ഓഫീസ് ഇരുട്ടിലാണ്. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം വൈദ്യുതിയില്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്താനാകാത്ത സ്ഥിതിയാണ്. കോട്ടപ്പടി മേഖലയിൽ പലപ്പോഴും രാവിലെ വൈദ്യുതി പോയാൽ വൈകിട്ടാണ് വരാറ്. മാത്രമല്ല, കാർമേഘം രൂപപ്പെടുമ്പോഴേക്കും വൈദ്യുതി നിലയ്ക്കും. ഇത്തരം ദിവസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കാറില്ല. ജില്ലയിലെ 12 സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതേ അവസ്ഥയാണ്. ഇരുട്ടുമൂടി കിടക്കുന്ന ഓഫീസിൽ ഒപ്പിടാനും മറ്റ് എഴുത്തുകുത്തുകൾക്കും മൊബൈൽ ഫോൺ ടോർച്ചാണ് ആശ്രയം. ഇൻവെർട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിക്കും അനുബന്ധ ജോലികൾക്കുമായി 80,000 രൂപ ചെലവാക്കണം. 1 വർഷത്തോളമായി രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല. ബാറ്ററി മാറ്റി നൽകുന്ന കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഇത്തരം ദുരവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഗുരുവായൂരിലെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബാറ്ററി വാങ്ങി നൽകാൻ തയ്യാറാണ്. എന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്.
ഇന്ന് രജിസ്ട്രേഷന് വന്ന 20ഓളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. വസ്തു രജിസ്റ്റർ ചെയ്യാനായി വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും അടക്കമുള്ളവർക്കാണ് മടങ്ങിപ്പോകേണ്ടി വന്നത്. ഇന്ന് രജിസ്ട്രേഷൻ നടത്തി നാളെ രാവിലെ 10 മണിക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബംഗളൂരുവിൽ നിന്നെത്തിയ സൗദാമിനി ബാലകൃഷ്ണൻ പറഞ്ഞു. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ ദുരിതം പേറേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമയത്തിന്റെ വില അറിയാത്ത ഉദ്യോഗസ്ഥരെ ഇത് പഠിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഖജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ്. എന്നിട്ടും പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കറണ്ടില്ലാത്ത കാര്യം പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് നാളെ തിരിച്ചു പോകാൻ വേണമെങ്കിൽ കാലത്താണ് ട്രെയിനുള്ളത്. 10 മണിക്കാണ് എനിക്ക് എൻ്റെ ട്രെയിൻ ഇവിടുന്ന് തൃശ്ശൂർ എത്താൻ വേണം. ഞാൻ എന്താ ചെയ്യുക? ഇത് വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ. എനിക്കൊന്ന് രജിസ്റ്റർ ചെയ്യാൻ തന്നെ വേണം. CCTV ന്യൂസ്, ഗുരുവായൂർ. സർക്കിൾ സഹകരണ യൂണിയന്റെ ഗുരുവായൂരിലെ നവീകരിച്ച ഓഫീസ് കെട്ടിടം വെള്ളിയാഴ്ച രാവിലെ 10-ന് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത്, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. 32 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കെട്ടിടം നവീകരിച്ചത്. യൂണിയൻ ആസ്ഥാനത്തിന് പുറമെ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്, ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. സർക്കിൾ യൂണിയൻ ചെയർമാൻ TV ഹരിദാസ്, ഭരണസമിതി അംഗങ്ങളായ VP വിൻസെന്റ്, VK ഷർഫുദ്ദീൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KS രാമചന്ദ്രൻ, ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ G സനൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ 2ാം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചക്കംകണ്ടം സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വിപുലമാക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ചക്കംകണ്ടം കായലോരത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിഹരിക്കണമെന്ന് കൗൺസിലർ RV ഷെരീഫിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ചെയർമാൻ M കൃഷ്ണദാസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനം കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് പോയി കണ്ട ശേഷം ഗുരുവായൂരിൽ നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. വലിയ തോട്ടിലൂടെ മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. തെരുവുവിളക്കുകൾ കത്താത്തതുമൂലം രാത്രിയിൽ ക്ഷേത്രനഗരി ഇരുട്ടിലാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. നഗരസഭാ ഓഫീസിന് മുന്നിലുള്ള ഹൈമാസ് ലൈറ്റുകളടക്കം കത്തുന്നില്ല. തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നഗരത്തിൽ പലയിടത്തും സോഡിയം വേപ്പർ ലാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഇത് പ്രകാശപൂരിതമാകുമെന്നും ചെയർമാൻ അറിയിച്ചു. നഗരസഭാ ഓഫീസിന് മുന്നിലെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സ്റ്റേജ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയെന്നും ഉദയൻ പരാതിപ്പെട്ടു. സ്റ്റേജിൽ ഷട്ടർ ഘടിപ്പിച്ച് ഇതിന് പരിഹാരം കാണുമെന്ന് ചെയർമാൻ പറഞ്ഞു. കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കാലങ്ങളായി ലഭിക്കുന്നില്ലെന്നും മുൻ ചെയർപേഴ്സൺ കൂടിയായ പ്രൊഫസർ PK ശാന്തകുമാരി പരാതിപ്പെട്ടു. ഹരിതകർമ്മസേനയ്ക്ക് പ്രവർത്തിക്കാനാവശ്യമായ പശ്ചാത്തല സൗകര്യം നഗരസഭ ഒരുക്കിക്കൊടുക്കണമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനയ്ക്ക് കമ്പ്യൂട്ടർ നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ മുഖം തിരിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നഗരസഭയുടെ വിവിധ സെക്ഷനുകളിൽ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് 7,31,000 രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത പെരുമ്പിലാവ് മുതൽ ചങ്ങരംകുളം വരെയുള്ള പാതയിൽ വലിയ കൂറ്റൻ മരങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കോലിക്കരയിൽ വ്യാഴാഴ്ച വൈകിട്ട് വൻ മരം റോഡിലേക്ക് കടപുഴകി വീണത് യാത്രക്കാർ മറ്റും ആ നേരം പാതയിൽ ഉണ്ടാകാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും പാതയിലെ നിരവധി മരങ്ങളാണ് പാതയിലേക്ക് അപകടകരമായ നിലയിൽ ചാഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞയാഴ്ച കല്ലുംപുറത്ത് ചാലിശ്ശേരി പാതയിലും റോഡിലേക്ക് മരം വീണിരുന്നു. കടവല്ലൂർ, കോലിക്കര, പാവിട്ടപ്പുറം, വളയംകുളം, ചങ്ങരംകുളം തുടങ്ങി ഒട്ടുമിക്കയിടങ്ങളിലും മരങ്ങൾ യാത്രക്കാർക്ക് കടുത്ത ഭീഷണിയാണ്. അധികൃതർ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവും സാമൂഹിക പ്രവർത്തകനും ഫുട്ബോൾ പ്രേമിയുമായ V കേശവന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി യങ് ഇന്ത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബിൽ നടന്ന ടൂർണമെന്റ് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് രക്ഷാധികാരിയും പഞ്ചായത്ത് മെമ്പറുമായ MK ജോസ് അധ്യക്ഷനായി. KR ഗിരീഷ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ക്ലബ് പ്രസിഡന്റുമായ MM സലീം, ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കടങ്ങോട്, പഞ്ചായത്ത് മെമ്പറും ക്ലബ് സെക്രട്ടറിയുമായ സുധീഷ് പറമ്പിൽ, കോൺഗ്രസ് നേതാക്കളായ MA ഉസ്മാൻ, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, വർഗീസ് ചൊവ്വലൂർ, AM നിധീഷ്, യദുകൃഷ്ണ, V കേശവന്റെ മക്കളും യുണൈറ്റഡ് ടർഫിന്റെ ഡയറക്ടർമാരുമായ അരുൺ കേശവൻ, അഖിൽ കേശവൻ തുടങ്ങിയവരും പങ്കെടുത്തു. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഇരിങ്ങാലക്കുട ട്രിബിൾസ് ആൻഡ് ട്രാക്കിൾസ് വിന്നേഴ്സും കരിക്കകുന്നംകുളം റണ്ണേഴ്സുമായി.
ഗുരുവായൂർ സ്നേഹസ്പർശത്തിന്റെയും പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ നവതിയുടെ നിറവിലെത്തിയ RV അലിയെ ഞായറാഴ്ച ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ടൗൺ ഹാളിൽ നടക്കുന്ന സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിക്കും. RV അലി രചിച്ച ഗുരുവായൂർ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ നിർവഹിക്കും. CPM സംസ്ഥാന സമിതി അംഗം ബേബി ജോൺ പുസ്തകം ഏറ്റുവാങ്ങും. കോഴിക്കോട് സർവകലാശാല മലയാളം വിഭാഗം റിട്ടയർഡ് മേധാവി ഡോക്ടർ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി പുസ്തക പരിചയം നടത്തും. മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളലും സ്നേഹസ്പർശം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ്, ജനറൽ കൺവീനർ PP വർഗീസ്, അനിൽ കല്ലാറ്റ്, KV മുഹമ്മദ് ഉണ്ണി, RV അബ്ദുൾ ലത്തീഫ്, ഇന്ദിര സോമസുന്ദരൻ, ജോർജ് പോൾ നീലങ്കാവിൽ, പ്രഹ്ലാദൻ മാമ്പറ്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU കുന്നംകുളം യൂണിറ്റിൽ ജൂലൈ 18 അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ട്രഷറർ CR വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ ഭാരവാഹിയുമായ ഷറഫുദ്ദീൻ, യൂണിറ്റ് സെക്രട്ടറി MK സുനിൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അംബിക ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ റൂൾസിന് രൂപം നൽകുക, തസ്തികകളിലെ കാലോചിതമായ വർധനവ് വരുത്തുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, താൽക്കാലിക ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക, നഗരസഭകളിലെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക, ശുചീകരണ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനാചരണം. കാർഗിൽ യുദ്ധവിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച കാർഗിലെ ദ്രാസിൽ നടന്ന യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യനെ ആദരിച്ചു. സുബ്രഹ്മണ്യന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉപഹാരം സമ്മാനിച്ചു. ലഫ്റ്റനന്റ് കേണൽ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൈതൃകം സൈനിക സേവാ സമിതി കൺവീനർ KK വേലായുധൻ, സർവീസിൽ ഇരിക്കെ മരണപ്പെട്ട ഗുരുവായൂർ സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ വിപിൻ ദേവിന്റെ പിതാവ് KV വിജയകുമാർ, പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് എന്നിവർ സംബന്ധിച്ചു. യുദ്ധസേവാ മെഡൽ ജേതാവ് കൂടിയായ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ എലിഫന്റ് സ്ക്വാഡിന്റെ പുതിയ ആംബുലൻസ് വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി K. മഹേഷ് ചെമ്പൂക്കാവ് താക്കോൽ സ്ക്വാഡ് അംഗം പ്രദീപ് പഴുനാനയ്ക്ക് കൈമാറി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാണു എഴുത്തച്ഛൻ, ജയപ്രകാശ്, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ രാമത്തറ, ജില്ലാ സെക്രട്ടറി സജീവൻ തിരുവാണിക്കാവ്, വടക്കൻ മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ രാധാകൃഷ്ണൻ മാസ്റ്റർ, വടക്കൻ മേഖലാ സെക്രട്ടറി കൃഷ്ണദാസ് പഞ്ചവടി എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് അനുസ്മരണ സമ്മേളനവും അരിവിതരണവും നടത്തി. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ നടന്ന സമ്മേളനം മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കോൺഗ്രസ് നേതാക്കളായ വാസു കോട്ടോൽ, CV ബേബി, ഉണ്ണി എറത്ത്, PI തോമസ്, ഷാജി ആലിക്കൽ, VV വിനോജ്, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. യോഗത്തിനുശേഷം തിരഞ്ഞെടുത്ത നിർധനരായ കുടുംബങ്ങൾക്ക് അരിവിതരണം ചെയ്തു. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഗ, നേതാക്കളായ AD സാജു, NMA സലീം, MP ശരത് കുമാർ, PI ഷാജു, ഇഗ്നേഷ്യസ് തട്ടിൽ, TJ ഷാജി, ജിൻഡോ തേറാട്ടിൽ, PA അഭിലാഷ്, TP ബാബു, ജിജി എളവള്ളി, വിഷ്ണു, ലാൻസൺ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. കുനമുച്ചി സെന്ററിൽ നടന്ന അനുസ്മരണം DCC സെക്രട്ടറി V. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് PV നിവാസ്, ജെയ്സൺ ചാക്കോ, റൂബി ഫ്രാൻസിസ്, ജസ്റ്റിൻ കുനമുച്ചി, NA നൌഷാദ്, VM മുസ്തഫ എന്നിവർ സംസാരിച്ചു.
ചാവക്കാട് ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഉമ്മൻചാണ്ടി സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷനായ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ KV ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ C ബക്കർ, TH റഹീം, ജമാൽ താമരത്ത്, CK ബാലകൃഷ്ണൻ, മുബാറക് ഇംബാറക്, PK ഷക്കീർ, പ്രദീപ് ആലിപ്പിരി, ഖലീൽ ഷാ പാലയൂർ, KK ഇറോഷ്, RK നവാസ്, PT ഷൗക്കത്ത്, ഷുക്കൂർ കോനാരത്ത്, CK ഷക്കീർ, ജമാൽ കുന്നത്ത്, ഹക്കീം ഇംബാറക്, P മുഹമ്മദിൻ, KS ദിലീപ് എന്നിവർ സംസാരിച്ചു. ഇരട്ടപ്പുഴ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണവും പുഷ്പാർച്ചനയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി V മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. CS രമണൻ അധ്യക്ഷത വഹിച്ചു. മൂക്കൻ കാഞ്ചന, KG വിജേഷ്, കൊപ്ര ശൈലജ, PS സലീം, മിസ്രിയ മുസ്താഖ്, C അബൂബക്കർ, ആച്ചി ദിനേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർത്താറ്റ് മുനിസിപ്പൽ റോഡിന് സമീപം ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സാംസ്കാരിക വേദി പ്രസിഡന്റ് സൈസുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി മജീദ്, ട്രഷറർ VV സാംസൺ, CK സുരേഷ്, മറ്റ് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. കുന്നംകുളം ഇന്ദിരാഭവനിൽ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CI ഇട്ടി മാത്യു, CB രാജീവ്, ബിജു C ബേബി, BV വിനോജ്, ജയൻ മാസ്റ്റർ, വർഗീസ് തറയിൽ, CK ബാബു, മിനി മോൺസി, CK ഉണ്ണികൃഷ്ണൻ, ജെറിൻ രാജു, CD അന്തോണി എന്നിവർ സംസാരിച്ചു. ചെമ്മണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ കൌൺസിലറുമായ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കമലാദേവി കൊഴുപ്പാട്ട്, ശ്രീധരൻ, ഫ്രാൻസിസ് മാസ്റ്റർ, രാജേഷ് VM, ഫ്രാൻസിസ് അന്തിക്കാട്, ജോയ് K എന്നിവർ പങ്കെടുത്തു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം കരുണാ ദിനമായി ആചരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, PU പ്രകാശ്, VK മോഹനൻ, ബാബു പോൾ എന്നിവർ സംസാരിച്ചു. ജിജോ ജോസ് CV, റിന്നി, സത്യൻ, അനിൽ, മുസ്തഫ എന്നിവർ അനുസ്മരണ ചടങ്ങിന് നേതൃത്വം നൽകി. വേലൂർ മണ്ഡലം വാർഡ് 11 ഉമ്മൻചാണ്ടി അനുസ്മരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി സാബു കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ, മുൻ മണ്ഡലം പ്രസിഡന്റ് യേശുദാസ് PP, ഉണ്ണികൃഷ്ണൻ VT, ബൂത്ത് പ്രസിഡന്റ് പുഷ്കരൻ KG, PR മണികണ്ഠൻ, ബൂത്ത് സെക്രട്ടറി ജീവൻ തോമസ്, ബിജു PJ, മനോജ്, ഷാജു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NK കബീർ, TN നമ്പീശൻ, K ഗോവിന്ദൻകുട്ടി, KR രാധിക, സഫീന അസീസ്, അനിത വിൻസെന്റ്, MM നിഷാദ്, CK നാരായണൻ, VN രാജൻ, വിനോദിനി മങ്ങാട് എന്നിവർ പങ്കെടുത്തു. അണ്ടത്തോട് മേഖല കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പരീദ്, സുഹൈൽ അബ്ദുള്ള, മുഹമ്മദ് അലി, അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റുമാരായ അബു താഹിർ, ഇസാഹാഖ് ചാലിൽ, അമീൻ, യദുകൃഷ്ണൻ, മറ്റു നേതാക്കളായ കബീർ തെങ്ങിൽ, പ്രിയേഷ് അയ്യരകത്ത്, ഹംസു ചൊലയിൽ, കരീം തുടങ്ങിയവർ സംബന്ധിച്ചു. മന്ദലാംകുന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. സെന്ററിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് പുന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് TP പ്രജോഷ് അധ്യക്ഷത വഹിച്ചു. പുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും വടക്കേക്കാട് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ PK ഹസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ, KSU യൂണിറ്റ് പ്രസിഡന്റ് ഷംറൂദ് സൈദലവി എന്നിവർ സംസാരിച്ചു. EK സുലൈമാൻ, നവാസ് കിഴക്കൂട്ട്, KA ഷാഹുൽ, KA അക്ബർ, MM അഷ്കർ എന്നിവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷനായി. NK കബീർ, K ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ, KR രാധിക, സഫീന അസീസ്, അനിത വിൻസെന്റ്, രഘു കരിയന്നൂർ, സതി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് PV ഉമർ മൗലവി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K ബാബു നാസർ, തൃത്താല നിയോജകമണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ,
മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഹുസൈൻ പൊളിഞ്ഞാലിൽ, പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാഷിം അച്ചാരത്ത്, മണ്ഡലം സെക്രട്ടറി ലത്തീഫ് കൂറ്റനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ യോഗം ബൂത്ത് പ്രസിഡന്റ് CP ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നന്ദൻ പെരുമണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ PK പ്രകാശൻ, KK സുകുമാരൻ, K വിജയരാഘവൻ, NP ചന്ദ്രൻ, മൊയ്തീൻകുട്ടി, OK നാസർ, PG ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മൂലേപ്പാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം നടത്തി. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം ഉപാധ്യക്ഷൻ MS ശ്രാവൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 14-ാം വാർഡ് മെമ്പർ MM അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ ജോയ് കുമാർ, തമ്പി കാഞ്ഞിരത്തിങ്കൽ, ഗീവർ CC, രാജൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ, പ്രഭു MC, സന്ദീപ് മൂലേപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം കാട്ടകമ്പാൽ മണ്ഡലം കരിയാമ്പ്ര വാർഡിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ്, മണ്ഡലം പ്രസിഡന്റ് MM അലി, സാംസൺ മാസ്റ്റർ, രാജൻ MP, സാജു K ഡേവിഡ്, അബ്ദുൾ മജീദ് പെരുന്തുരുത്തി, ശ്രാവൺ, റാഷിദ് എന്നിവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ 5 വർഷം കേരളത്തിന്റെ സാർവത്രിക രംഗത്തും വികസനത്തിന്റെ വേഗത കൂട്ടിയെന്ന് കോൺഗ്രസ് നേതാവ് K ജയശങ്കർ. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ചിറക്കൽ സെന്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ജയശങ്കർ. സ്വന്തം ജനതയെ ഇത്രയേറെ കരുതലോടെ ചേർത്തുപിടിച്ച ഒരു ഭരണാധികാരി സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. MS മണികണ്ഠൻ, MM അബ്ദുൾ റഷീദ്, സാംസങ് പുലിക്കോട്ടിൽ, സ്മിത ഷാജി, VK മുഹമ്മദ്, ബിജോയ് B തോലത്ത്, M ഉദയശങ്കർ, KN പരമേശ്വരൻ നമ്പൂതിരി, ശശിധരൻ കണ്ടംപുള്ളി, സോണി സക്കറിയ, ബിജു C ജോബ്, സുബ്രു ഐനൂർ, നൂറുദ്ദീൻ പെരുന്തുരുത്തി, ജനാർദ്ദനൻ അതിയാരത്ത്, KK ഇക്ബാൽ, മോനുട്ടി കോട്ടൂൽ, കൗസല്യ പെങ്ങാമുക്ക്, രാജൻ കരയമ്പ്ര, ശ്രാവൺ, പ്രഭു എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. കുന്നത്തൂർ പാർട്ടി ഓഫീസിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. P രാമദാസ്, പരീദ്, സലീൽ അറക്കൽ, കമറുദ്ദീൻ ഷാ, ഖാദർ തളികച്ചേരി, അഷ്കർ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ പരിപാടിക്ക് MK മുഹമ്മദ് അലി, KV കുഞ്ഞുമൊയ്തു, മുഹമ്മദ് അലി മാവിൻചുവട്, അബ്ദു ഇല്ലത്തയിൽ, വിനോദ് ചമ്മന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. പ്രവാസി OICC ഗ്ലോബൽ സെക്രട്ടറി KH താഹിർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, നഗരസഭാ കൗൺസിലർമാരായ KP റഷീദ്, VK സുജിത്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ബാലൻ വാർനാട്ട്, ശശി വാർനാട്ട്, ശിവൻ പാലിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും പുതപ്പ്, വസ്ത്രങ്ങൾ എന്നിവയും നൽകി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വനൂർ മറീന ഹോമിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കി. മറീന ഹോമിൽ നടന്ന അനുസ്മരണ യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പോർക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് K ജ്യോതിഷ്, കോൺഗ്രസ് നേതാക്കളായ KB തമ്പി മാസ്റ്റർ, KK മോഹൻ റോയ്, ഹരികുമാർ പോർക്കുളം, കവിത പ്രേംരാജ്, രേഖ ജയറാം, അംബിക മണിയൻ, അഷറഫ് വെട്ടിക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മെറീന ഹോമിലെ അന്തേവാസികളോടൊപ്പം കോൺഗ്രസ് നേതാക്കളും സഹപ്രവർത്തകരും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടാണ് മടങ്ങിയത്. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് ഭാരവാഹികളായ MK ജോസ്, വിശ്വംഭരൻ, സജീവ് ചാത്തനാത്ത്, ഉസ്മാൻ, OS വാസുദേവൻ, PV കൃഷ്ണൻ, സുഗുണചന്ദ്രൻ, PN വിഷയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മരത്തംകോട് 16-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. അലി മരത്തംകോട്, MP സിജോ, സുഭാഷ് എന്നിവർ സംസാരിച്ചു. ബാബു MT, ജിജോ, ലിജോ, ഷാജു, ഷാരോൺ എന്നിവർ നേതൃത്വം നൽകി. കേരള NGO അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നിർധനരായ 20 തെരഞ്ഞെടുത്ത ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു.
മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എം രാധിക ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി ഷാജു VA, ആശുപത്രി RMO ഡോക്ടർ ഷാജി, ആശുപത്രി വികസന സൊസൈറ്റി അംഗം KN നാരായണൻ, KGOU ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ്, NGOA ജില്ലാ കമ്മിറ്റി അംഗം ഷിബു PM, വനിതാ ഫോറം കൺവീനർ മീര P, KGOU ജില്ലാ വനിതാ ഫോറം കൺവീനർ സുബിത VS, രഘുനാഥ് MG തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേകാട് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുക്കിലപീടിക സെന്ററിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും നടത്തി. വടക്കേകാട് മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ വൈലേരി അധ്യക്ഷത വഹിച്ചു. വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഹിദ് കല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, കുഞ്ഞുമൊയ്തു പറയങ്ങാട്ടിൽ, ലൂക്കോസ് തലക്കോട്ടൂർ, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, ഗിരീഷ് അഞ്ഞൂർ, റഷീദ് കല്ലൂർ, ഖാലിദ് പനങ്ങാവിൽ എന്നിവർ പങ്കെടുത്തു. മണ്ഡലം ഉപാധ്യക്ഷൻ ഹസൻ വടക്കേകാട് സ്വാഗതവും അഷറഫ് തറയിൽ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി സ്മൃതി സന്ധ്യ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ആൻഡോ പോൾ, ജോയ് ആന്റണി, AD സാജു, മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, പ്രസാദ് വാഗ, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KM മെഹറൂഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും അലി അയ്യൂബിന്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുബൈദ പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. അഷറഫ് പുളിക്കൻ, പള്ളു ഷബീർ, മൊയ്തീൻ ഷാ വലിയപുരയ്ക്കൽ, നൌഷാദ് വെളിയമ്പറമ്പിൽ, ഷാഫി മന്നലങ്ങുന്ന്, കബീർ ഇത്തിത്തറയിൽ, അയ്യൂബ് ഇസ്മയിൽ, നിഷ ഹംസു തുടങ്ങിയവർ പങ്കെടുത്തു. വട്ടംപാടം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടംപാടം സെന്ററിൽ നടത്തിയ അനുസ്മരണ ചടങ്ങിൽ ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് MS സുഗുണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സത്യഭാമ, മുൻ കൌൺസിലർ K റസാഖ്, VM മുസ്തഫ, VS ബഷീർ, ഷെരീഫ് സുബൈർ എന്നിവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ മികച്ച പാമ്പ് സംരക്ഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട എരുമപ്പെട്ടി വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ പഴൂർ പുത്തൻപീടികയിൽ PH അഷ്റഫിനെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് വിവേക് MG ഉപഹാരം കൈമാറി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ ഷീൽഡ് അണിയിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ അൻസാർ ഫ്രാൻഡോ, CB ജോസ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും തയ്യൂർ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായ അക്ബർ പഴവൂരിന്റെ പിതാവാണ് PH അഷ്റഫ്. ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായി വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വിത്ത് പന്തേറ് നടത്തി. കുട്ടികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും പദ്ധതിയുടെ ഭാഗമായി ഹെഡ്മാസ്റ്റർ GOV ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പന്തുകളിൽ അടക്കം ചെയ്തിട്ടുള്ള വിത്തുകൾ മഴയത്ത് മുളച്ചുപൊങ്ങി ഭൂമിയെ കൂടുതൽ ഹരിതാപമാക്കി മാറ്റുമെന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തെമ്പാടും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ആവിഷ്കരിച്ച് ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സീഡ് ബോൾ നിർമ്മാണവും സീഡ് ബോംബിങ്ങും. അധ്യാപക കോർഡിനേറ്റർമാരായ AACC ജോളി ജോസ് N, വിദ്യാർത്ഥി കോർഡിനേറ്ററായ ആൻവെൽ പാണേങ്ങാട്ട്, അധ്യാപകരായ വിൻസി ജോസ് B, ഫ്ലെമി C പ്രസാദ്, മിനി CG എന്നിവർ നേതൃത്വം നൽകി. പാതയോരങ്ങളിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് കർശന നിർദ്ദേശം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 25-നകം ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പഞ്ചായത്ത് തല കമ്മിറ്റി അംഗങ്ങളുടെയും വ്യാപാരി വ്യവസായി പ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു. യോഗത്തിലെ തീരുമാനപ്രകാരം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പുതിയ ബോർഡുകൾ സ്ഥാപിക്കുന്നില്ലെന്നും നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ 25-നകം ഉടമസ്ഥർ സ്വന്തം നിലയ്ക്ക് നീക്കം ചെയ്യേണ്ടതാണെന്നും അല്ലാത്തപക്ഷം സർക്കാർ സർക്കുലർ പ്രകാരം ബോർഡൊന്നിന് പരമാവധി 5000 രൂപ ചുമത്തി നീക്കം ചെയ്തതിനുള്ള ചെലവുകൾക്ക് പുറമെ പ്രോസിക്യൂഷൻ നിയമ നടപടികളും ആരംഭിക്കുന്നതാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് തുല്യമാണ് ഇവിടുത്തെ ദർശനം. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ശ്രീരാമസ്വാമി ക്ഷേത്രം ട്രസ്റ്റാണ് നടത്തുന്നത്. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 17 വരെ എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, പാൽപായസ നിവേദ്യം, വിശേഷാൽ പൂജകൾ, രാമായണ പാരായണം, അന്നദാനവും വൈകിട്ട് ഉപദേവതകളായ
തിരുമാന്താംകുന്ന് ഭഗവതിക്കും പരമശിവനും ചുറ്റുവിളക്ക്, ഭഗവത് സേവ എന്നിവ നടക്കും. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രിമഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തന്ത്രി പൂജ, ശ്രീരാമസ്വാമിക്ക് ഒരു കുടം പാൽപായസ നിവേദ്യം, ഹനുമാൻ സ്വാമിക്ക് ഒരു പറ കുഴച്ച അവൽ നിവേദ്യം തുടങ്ങിയവയും വൈകിട്ട് നാറാസ് ഡോക്ടർ ഇട്ടിരവി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഉണർദം വാരം, തുടർന്ന് വാരസദ്യ എന്നിവയും ഉണ്ടാകും. ക്ഷേത്ര ഊരാളൻ ശശിധര രാജ, പ്രഭാകരൻ ഏറത്ത്, അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, ആനന്ദൻ കരുമത്തിൽ, ജയനാരായണൻ കോരഴി, ദിലീപ് തലപ്പള്ളി, വിനോദ് കണിശ്ശേരി എന്നിവർ നേതൃത്വം നൽകും. രാമായണ മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മാരാത്ത് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എ സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത് മുഖ്യാതിഥിയായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി. EM രാമപ്രസാദ് സ്വാഗതവും G രഘുനാഥ് നന്ദിയും പറഞ്ഞു. K മണികണ്ഠൻ, KM സജീഷ്, PB ബിനീഷ്, VS മിഷാദ്, സുരേഷ്, സജിത്ത് പുത്തൻ വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് വാഫി അലുമിനിയുടെ ജനറൽ ബോഡി യോഗം നടന്നു. ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്ററിൽ നടന്ന യോഗത്തിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് ചാവക്കാട് അധ്യക്ഷത വഹിച്ചു. സലാം ബ്ലാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മുൻ ജനറൽ സെക്രട്ടറി ജുറൈജ് കുന്നംകുളം സ്വാഗതവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി അഫ്സൽ ചൊവ്വല്ലൂർപ്പടി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ആസിഫ് അഞ്ചങ്ങാടി പ്രസിഡന്റ്, അഫ്സൽ ചൊവ്വല്ലൂർപ്പടി ജനറൽ സെക്രട്ടറി, ഷെഫീഖ് വാഫി പുതുമനശ്ശേരി ട്രഷറർ, നബീൽ വാഫി അടിത്തിരുത്തി വർക്കിംഗ് സെക്രട്ടറി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം ഇമോജിയുടെ ആഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി C, കിൻഡർ ഗാർട്ടൻ വിഭാഗം HOD ജയന്തി B, അധ്യാപകരായ സീമ പോൾ, ബെനിറ്റ ചാർലി എന്നിവർ നേതൃത്വം നൽകി. അറിയിപ്പ്. വേലൂർ കൃഷിഭവൻ പരിധിയിലെ കേച്ചേരി വൈദ്യുതി ഗുണഭോക്തൃ സമിതിയുടെ വാർഷിക പൊതുയോഗം ജൂലൈ 20 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന യോഗത്തിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 100 രൂപ. ചരമം. പഴഞ്ഞി ചെറുതുരുത്തി മുതിരമ്പറമ്പത്ത് രാമൻ മകൻ ഗംഗാധരൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടന്നു. വിമല ഭാര്യയാണ്. വിപിൻ, വിനീഷ് എന്നിവർ മക്കളാണ്. പുന്നൂർകുളം കല്ലിങ്ങൽ ചങ്ങശ്ശേരി ഉമർ നിര്യാതനായി. 71 വയസ്സായിരുന്നു. ഖബറടക്കം വരത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുറീന ഭാര്യയാണ്. ജസ്നിത, അഞ്ജും, നേഹ പർവിൻ എന്നിവർ മക്കളാണ്. തളി അയ്യപ്പൻകാട്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. മാധവിയാണ് ഭാര്യ. ജയൻ, ബാബു എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരം പൊതുശ്മശാനത്തിൽ നടന്നു. കിഴൂർ പുലിക്കോട്ടിൽ മാണി ഭാര്യ മേഴ്സി നിര്യാതയായി. 88 വയസ്സായിരുന്നു. ജോൺസ്, ജിംസൺ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വ്യാപക നാശനഷ്ടങ്ങളും. ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറി. വാഗ കാക്കത്തിരുത്തി മേഖല കനത്ത മഴയെ തുടർന്ന് ഒറ്റപ്പെട്ടു. വേലൂർ തണ്ടിലത്ത് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവിനെ വൈവിധ്യമാർന്ന പരിപാടികളോടെ അനുസ്മരിച്ച് നാട്. മന്നലാംകുന്ന് AKG റോഡ് ദുരിതബാധിതരുടെ പ്രതിഷേധം അണപൊട്ടി. ശിവാലയ കരാറു കമ്പനിക്കാരെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ തടഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് ആരംഭിച്ചു. ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി തഹസീൽദാർ. പാലപ്പെട്ടിയിൽ പുതിരുത്തി മേഖലയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധവുമായി തഹസീൽദാർ അടങ്ങുന്ന റവന്യൂ സംഘത്തെ തടഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.